ഇവിടെ നിന്ന് വർത്താനം പറയാൻ താൻ കാണത്തില്ലായിരുന്നു. കത്തിച്ച് ചാമ്പലാക്കി ഈ പടിയന്തരവും കഴിഞ്ഞ് തിരുവല്ലത്തോ തിരുനെല്ലിയിലോ കൊണ്ട് ഒഴിക്കേനെ. ഓഹോ, അതിന്റെ കണക്കും പറഞ്ഞുകൊണ്ട് എസ്റ്റേറ്റ് എഴുതി മേടിക്കാനുള്ള പരിപാടിയാന്നോ? അതങ്ങ് മൂലപ്പള്ളി ചെന്ന് പറഞ്ഞേച്ചാ മതി. താൻ എന്തിനാണ് ഒരു കാര്യമില്ലാതെ എന്റെ മകിട്ട് കയറുന്നത്? ഒരു കാര്യമില്ലെന്ന് ആര് പറഞ്ഞു? ഇയാൾ എന്തോ അവസാനം ആശുപത്രി വന്നപ്പോ എന്നോട് പറഞ്ഞേ അവളെ അങ്ങ് മറന്നു കളയാൻ അല്ലേ? എന്നതാ അതിന്റെ ഉദ്ദേശം? താൻ ഇനിയും അവളുടെ കയ്യിൽ നിന്ന് കുത്തു വാങ്ങിച്ച് ചാവണ്ടെന്ന് വിചാരിച്ചു. ഒരു ഉപകാരം ചെയ്യാൻ പറഞ്ഞത് ഉപദ്രവമായോ? തന്റെ ഒരു ഉപകാരം. എനിക്കറിയാത്ത ആളല്ലല്ലോ ലൂയിസ് പഞ്ഞിക്കാരൻ. എന്നെ കൊണ്ട് പിടിപിടിപ്പിച്ചേച്ചേ അവളെ വേറെ ആർക്കും മറിച്ചു വെക്കാനല്ലായിരുന്നോ തന്റെ പരിപാടി. ആ കണ്ടോ 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 കണ്ടോ, ഞെട്ടി കണ്ടോ? ആര് ഞെട്ടി? എപ്പം ഞെട്ടി? ഞാനൊന്നും ഞെട്ടിയില്ല. ഇല്ല, താൻ ഞെട്ടിയില്ല. താൻ ഞെട്ടണ്ട, തന്നെ ഞാൻ ഞെട്ടിച്ചോളാം. അവളെ ജീവനോടെ എനിക്ക് കിട്ടിയില്ലെങ്കിൽ തന്നെ മാത്രമല്ല ഈ ഹൈറേഞ്ച് മുഴുവൻ ഞാൻ ഞെട്ടിക്കും. കുത്തുകൊണ്ടതും പള്ള പിളർന്നതും എന്റെയാ. അതിന്റെ വേദനയും നാണക്കേട് അനുഭവിക്കുന്നത് ഞാനാ. എനിക്ക് അവളെ കിട്ടിയേ പറ്റൂ. അത് പഴയ പോലെ പ്രേമിക്കാനും താലോലിക്കാനൊന്നുമല്ല, കൊന്നു കൊല വിളിക്കാൻ കൂടിയാ. അല്ലെങ്കിൽ ആ പീക്കിരി പെണ്ണിന്റെ മുന്നിൽ തോറ്റുപോയതിന്റെ ചരിത്രം നെഞ്ചത്തൊട്ടിച്ചു വെച്ചോണ്ട് മഹാദേവൻ നമ്മടിക്ക് മരിക്കേണ്ടി വരും. അതിലും ഭേദം കാട്ടാന് കുത്തി ചാവുന്നതാ. ഒന്നല്ല, പണ്ട് ചക്കക്കൊമ്പനും അരിക്കൊമ്പനും പടയപ്പയും മാറി മാറി 3 തവണ കുത്തിയിട്ടും ചാവാറ് ഞാൻ ബാക്കി നിന്നതേ ഈ നത്തോലി കുത്തി ചാവാനല്ല. അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും താൻ തന്റെ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ, എടോ മാപ്പിളെ, ചത്തുപോയ എന്റെ അമ്മയാണ്. താൻ എന്റെ കയ്യിൽ നിന്ന് പണി വാങ്ങിക്കും. അറിയാലോ തനിക്ക് നമ്പിടിയുടെ ചൊറിഞ്ഞ സ്വഭാവം.